വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങൾ വേണമെന്നത് ബിജെപിയുടെ നിലപാടാണെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. ഇതേ നിലപാട് തന്നെയാണ് സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്നത്. അമുസ്ലിങ്ങളെ തിരികെ കയറ്റുവാനുള്ള സംഘപരിവാർ നിർദ്ദേശം നടപ്പാക്കാനാണ് സതീശന് തിടുക്കമെന്നും അമുസ്ലിങ്ങളെ നിയമിക്കാമെന്ന് കഴിഞ്ഞ സർക്കാരിന്റെ ഉത്തരവിൽ പറഞ്ഞിട്ടില്ലെന്നും എം.വി. ഗോവിന്ദൻ മാസ്റ്റർ. വഖഫ് ബോർഡ് വിഷയത്തിൽ അവരെടുത്ത നിലപാട് കോൺഗ്രസിൻ്റെയും ബി.ജെ.പിയുടെയും നിലപാട് ഒന്നു തന്നെയാണ്. സംസ്ഥാന വഖഫ് ബോർഡിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ നയങ്ങൾക്ക് കീഴടങ്ങുന്ന സമീപനം വി. സതീശനും മുസ്ലിം ലീഗും അവരുടെ സർക്കാർ ഇപ്പോൾ സ്വീകരിക്കുകയാണ്. വഖഫ് ബോർഡിൽ 2 അമുസ്ലിങ്ങളെ നിയമിക്കുക എന്നത് കേന്ദ്രത്തിൻ്റെ നിലപാടായിരുന്നു. അത് വർഗീയ ധ്രുവീകരണത്തിൻ്റെ ഭാഗം തന്നെയുള്ള അജണ്ടയാണ്. ഇതിനെതിരായിട്ട് കേരളത്തിൽ നിയമസഭ പ്രമേയം പാസാക്കി ഏകണ്ഠായിട്ട് വഖഫ് ബോർഡിലേക്ക് 2 മുസ്ലിങ്ങളെ അതിൻ്റെ ഡയറക്ടർമാരായി നിയമിക്കാൻ പാടില്ല എന്ന കാര്യം വെച്ചുകൊണ്ടാണ്. അത്തരത്തിലുള്ള കേന്ദ്ര നിയമത്തിനെതിരായി കേരളം സുപ്രീം കോടതിയിൽ കേസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹർജി ഇപ്പോൾ സുപ്രീം കോടതി പരിഗണിച്ച് തീർപ്പാകുന്നതിന് മുമ്പ് മുഖ്യമന്ത്രി സാധാരണ പറയുന്ന രീതിയിലുള്ള കള്ളം ഇതുമായിട്ട് ബന്ധപ്പെട്ടും വിശദീകരിക്കുകയുണ്ടായി. തീരാത കേസ് തീർന്നു എന്ന് പ്രചരിപ്പിച്ച് അമുസ്ലിങ്ങളെ വഖഫ് ബോർഡിൽ തിരികെ കയറ്റാനുള്ള സംഘപരിവാർ നിർദ്ദേശം, കാരണം ഈ കേസ് കൊടുത്തത് ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റാണ് ഹൈക്കോടതിയിൽ. അങ്ങനെ സംഘപരിവാറിൻ്റെ താല്പര്യം നിർദ്ദേശം നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് വി. സതീശൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തിടുക്കം കാണിക്കുന്നത്. പിണറായി സർക്കാരിൻ്റെ കാലത്ത് വഖഫിൽ 2 അമുസ്ലിങ്ങളെ നിയോഗിക്കാം എന്ന് ഉത്തരവിൽ പറയുകയോ ചെയ്തിട്ടില്ല. മുസ്ലിം ലീഗിനാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കാനുള്ളത്. അവർ ആത്മവഞ്ചനയാണ് യഥാർത്ഥത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. മുമ്പ് പറഞ്ഞതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ സമീപനമാണ് അവർ നിലകൊള്ളുന്നത്. ഇപ്പോൾ നിർബൻ ചക്രവർത്തി കൂടി ചേരുകയാണ്. വിശദമായ ഒരു വാർത്താ സമ്മേളനമായിരുന്നു ഗോവിന്ദൻ മാസ്റ്റർ നടത്തിയത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ അദ്ദേഹം ആദ്യം തന്നെ പറയുകയുണ്ടായി. ഈ കേന്ദ്രത്തിന്റെ റിപ്പോർട്ട് സംസ്ഥാനം അംഗീകരിക്കുന്നു, എല്ലാ തരത്തിലുമുള്ള ജനങ്ങളെ ഉൾക്കൊള്ളിക്കുന്ന, ജനങ്ങളിലേക്ക് എത്തുന്ന തരത്തിലുള്ള ഒരു പഠനം ഉണ്ടാകുമെന്നും അദ്ദേഹം പറയുകയുണ്ടായി. വിവിധ വിഷയങ്ങളിൽ നിന്ന് അദ്ദേഹം സംസാരിച്ചു. വിശദാംശങ്ങൾ വാർത്താ സമ്മേളനത്തിൽ. തീർച്ചയായും സിന്ധൂരി, 2-3 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി എം.വി. ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന് വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അതിലെ ആദ്യ ഭാഗമെന്ന് പറയുന്നത് സിന്ധൂരി നേരത്തെ സൂചിപ്പിച്ചതുപോലെ CPM-ന്റെ കേന്ദ്ര കമ്മിറ്റിയുടെ റിവ്യൂ റിപ്പോർട്ട് സംസ്ഥാന കമ്മിറ്റി അംഗീകരിച്ചു എന്നതാണ്. അതിനൊപ്പം തന്നെ വിപുലമായ യോഗം ഈ സെപ്റ്റംബർ മാസം 14, 15, 16 തീയതികളിൽ കോഴിക്കോട്ട് വിപുലമായ സംസ്ഥാന കമ്മിറ്റി യോഗം ചേരുകയാണ്. ആ സംസ്ഥാന കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ആ പാർട്ടിയുടെ സംഘടനാ കാര്യങ്ങളടക്കമുള്ള വിശദമായ ചർച്ച നടക്കും. ജനങ്ങളുമായി ബന്ധപ്പെട്ട ജനങ്ങളുമായിട്ടുള്ള ബന്ധം ഊട്ടി ഉറപ്പിക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാവും. അടിമുടി പാർട്ടിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കുകയും വിലയിരുത്തുകയും നടത്തുക എന്നതാണ് ഈ വിപുലമായ സംസ്ഥാന തെരഞ്ഞെടുപ്പ് ഈ സംസ്ഥാന സമിതി യോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അജണ്ട തന്നെ പറയുന്നത്. അതിലേറ്റവും സംഘടനാപരവും പ്രത്യയശാസ്ത്രപരവുമായ ഫലപ്രദമായ ഇടപെടൽ നടത്താനാണ് യോഗം ഈ വിപുലമായ സംസ്ഥാന സമിതി യോഗം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഗൗരവതരമായ സംഘടനാ പരിശോധനകൾ യോഗത്തിൽ നടക്കും. ജനങ്ങളുമായുള്ള ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്തും. അതിവേഗം പാർട്ടിയെ ശക്തിപ്പെടുത്താൻ യോഗത്തിലൂടെ സാധിക്കുമെന്നതാണ് പാർട്ടി പ്രതീക്ഷിക്കുന്നത്. അത് അനുസരിച്ചുള്ള ചർച്ചകളായിരിക്കും ഈ വിപുലമായിട്ടുള്ള കോഴിക്കോട് വെച്ച് നടക്കുന്ന സംസ്ഥാന സമിതി യോഗത്തിൽ നടക്കുക. ഒപ്പം കൂട്ടിച്ചേർക്കാനുള്ള മറ്റ് 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഈ സർക്കാർ വന്ന് 2 മാസം കഴിഞ്ഞേ ഉള്ളൂ എങ്കിലും ആദ്യഘട്ടത്തിൽ പ്രതിപക്ഷം സർവാത്മന സർക്കാരിൻ്റെ എടുക്കുന്ന നയസമീപനങ്ങളെ പോസിറ്റീവായാണ് കാണുക. പക്ഷേ ജനവിരുദ്ധ സമീപനങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നും നേരത്തെ തന്നെ CPM വ്യക്തമാക്കിയതാണ്. പക്ഷേ കേവലം 2 മാസം കൊണ്ട് തന്നെ എല്ലാ രംഗത്തും വലിയ തരത്തിലുള്ള ജനങ്ങളെ ദ്രോഹിക്കുന്ന നടപടി UDF സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഒന്ന്, വൈദ്യുതി മേഖലയിൽ ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധിയാണ്. ആ പ്രതിസന്ധി
ഇതുവരെ പരിഹരിക്കാൻ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കാനുള്ള സംസ്ഥാന സർക്കാരിൻ്റെ തീരുമാനമാണ്. ഇത് രണ്ടും കാത്തിരിക്കാൻ കഴിയാതെ LDFിനെ സംബന്ധിച്ചിടത്തോളം CPMനെ സംബന്ധിച്ചിടത്തോളം പ്രത്യക്ഷ സമരത്തിലേക്ക് വരേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ വിപുലമായ സമരത്തിലേക്ക് CPIM പോവുകയാണ്. ഈ വരുന്ന 26-ന് 7 മണിക്ക് പ്രതീകാത്മകമായി എല്ലാ വീടുകളിലും മെഴുകുതിരി കത്തിച്ചുകൊണ്ട് ശക്തമായ പ്രതിഷേധം വൈദ്യുതി പ്രതിസന്ധിയിൽ CPM ഉന്നയിക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ എല്ലാ LC കേന്ദ്രങ്ങളിലും സമാനമായ ജനകീയ കൂട്ടായ്മയും സംഘടിപ്പിക്കും. ഞാൻ രണ്ടാമത് പറഞ്ഞതുപോലെ തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറയ്ക്കലുമായി ബന്ധപ്പെട്ട് ഈ മാസം 30-ന് എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും CPMന്റെ നേതൃത്വത്തിൽ മാർച്ച് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. അങ്ങനെ സംഘടനാപരമായിട്ടുള്ള കാര്യങ്ങളിൽ വ്യക്തമായ തിരുത്തലുകളും വിലയിരുത്തലിനും വേണ്ടി വിപുലമായ സംസ്ഥാന സമിതി യോഗം ചേരുന്നു. ഒപ്പം തന്നെ സംസ്ഥാനത്തെ ജനങ്ങളെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ ജനകീയ സമരത്തിലേക്ക് കൂടി CPM വരികയാണ് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, പോലീസിന്റെ വലിയ തരത്തിലുള്ള കേവലം 2 മാസം കൊണ്ട് തന്നെ കോടതി തന്നെ സംസ്ഥാനത്തെ പോലീസിനെ സംബന്ധിച്ച ചോദ്യം കോടതിയിൽ നിന്നുണ്ടാകുന്നു. അത് നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ്. റാമിന്റെ അറസ്റ്റിൽ പോലീസ് ഒത്തുകളിച്ചെന്ന് പറഞ്ഞത് കോടതിക്ക് തന്നെ ചൂണ്ടിക്കാട്ടേണ്ടി വരുന്നു. കാപ്പാക്കസ് പ്രതി ജയിലിൽ സത്യപ്രതിജ്ഞ ചെയ്യാനുള്ള അവസരം ആഭ്യന്തര വകുപ്പ് ഒരുക്കി കൊടുക്കുന്നു. അപ്പോൾ ഈ സർക്കാരിന്റെ പോലീസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ സംബന്ധിച്ച് കേവലം 2 മാസം കൊണ്ട് തന്നെ ബോധ്യപ്പെടുന്ന സംഭവങ്ങളാണ് പുറത്തു വരുന്നത്. ഈ വിമർശനവും അദ്ദേഹം മുന്നോട്ട് വെച്ചു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം PK ശ്രീമതി ടീച്ചർക്കെതിരെ ഉണ്ടായ വ്യാപകമായ സൈബർ ആക്രമണമാണ്. ചില മാധ്യമങ്ങൾ നൽകിയ വ്യാജ വാർത്തയാണ്. അതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് CPM സംസ്ഥാന കമ്മിറ്റി രേഖപ്പെടുത്തിയത്. അതുകൊണ്ട് തന്നെ ഇത് സംബന്ധിച്ച് വ്യാജ വാർത്ത നൽകുന്നതിനെതിരെ ശക്തമായ തരത്തിലുള്ള ചെറുത്തുനിൽപ്പുണ്ടാകും. നിയമപരമായ നടപടി സ്വീകരിക്കാമെന്ന് സംസ്ഥാന കമ്മിറ്റി ശ്രീമതി ടീച്ചറോട് നിർദ്ദേശം നൽകിയിട്ടുമുണ്ട് എന്നതാണ്. മറ്റൊന്ന്, വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതിൽ ഇപ്പോഴും പച്ചക്കള്ളമാണ് മുഖ്യമന്ത്രി പറയുന്നത്. അത് സംബന്ധിച്ചും അതിരൂക്ഷമായ വിമർശനമാണ് CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ വ്യക്തമാക്കിയത്. സിന്ധൂരി.